കള്ളച്ചിരി. ചിരിക്കാത്തോ? മധുരമുണ്ടോ? പുളിയുണ്ടോ? ആണല്ലേ? അപ്പൊ അമ്മയ്ക്ക് മേലാഴിക വല്ലതും ഉണ്ടോ? മേലാഴിക ഉണ്ടേലും പോരുവാ. ഇടയ്ക്ക് ഇരുന്ന ഹിയോ ഹിയോ വെക്കുവോ? ഇടയ്ക്ക് പോയിരുന്ന് ഹിയോ ഹിയോ വെച്ചാ ഞങ്ങക്ക് പേടിയാവും. ഞമ്മ കടന്നോണ്ട് അയ്യോ അയ്യോ എന്ന് വെച്ചാലേ എനിക്ക് പേടിയാവൂന്ന്. അമ്മയ്ക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ അമ്മ വെക്കും. അപ്പൊ എനിക്ക് എന്നപ്പോ ഉറക്കില്ല കൊണ്ടുപോരണ്ടായിരുന്നൊന്നും. ആ നമുക്ക് കുളിക്കാൻ കേട്ടോ. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചൂടിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ തണുത്ത വെള്ളം ഒഴിച്ച് അയ്യോന്ന് പറയും. അങ്ങനെയൊക്കെ ഇപ്പം പറയും. ഞങ്ങൾ വീഡിയോയിൽ എടുത്ത് വെക്കാം അമ്മ പറയുന്നത് തണുത്ത വെള്ളം ഒഴിക്കുമ്പോ. പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണേ കുട്ടിയമ്മ. എന്നാ ചൂടാന്ന് പറഞ്ഞാലും അല്ലെങ്കിലേ ശരീരവേദന ഉണ്ടാവും. കുളിച്ചേക്കാ നേരത്തെ കേട്ടോ. അമ്മയുടെ പെട്ടിക്കകത്ത് നൈറ്റി ഒക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പത്തായിരിക്കും. അതാരാ? അറിയത്തില്ല. എന്നെ അറിയാവോ? നിന്നെ അറിയാം. ആരാ? അതുപോലെ പറയാം. അങ്ങനെ പറയണ്ട. ഇപ്പൊ പറയണം കേട്ടോ. ചിരിയുണ്ട കള്ളച്ചിരി. എന്നാലും ഒന്ന് പറഞ്ഞേ. എന്നാലും ഞാൻ ആരാന്നൊന്ന് പറഞ്ഞേ. നീയാ? പിന്നെ പറയാം. അങ്ങനെ പിന്നെ വെക്കണ്ടെന്ന്. ഇപ്പൊ എല്ലാവർക്കും കേക്കണം. ഇപ്പോഴേ എല്ലാവർക്കും കേക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആരാന്ന് അമ്മ പറയുന്നത്. നീ ആരാന്നുള്ള ഇവിടെ ഉള്ളതായിട്ടും അറിയാവുന്നതല്ലേ. പക്ഷെ ആ എലിക്കുട്ടി അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. എനിക്കറിയാം. എന്നാ പറ എലിക്കുട്ടി അമ്മ. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അതിനായിട്ടൊക്കെ ഓരോ സമയത്ത് ഓരോ കാര്യത്തിന് ഓരോ കാര്യം ചെയ്യാനായിട്ട് ഓരോരുത്തരോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആളാ അല്ലേ ഞാൻ? കണ്ടോ വന്നത് കണ്ടോ എവിടുന്നാണ്. എന്നാലും തോറ്റു തരികയല്ല. എലിക്കുട്ടിയമ്മയുടെ ചിരി കണ്ടോ? സത്യം പറയുമ്പോൾ ചില സമയത്ത് ചിരികള് നാണം വരുന്നുണ്ട്. എനിക്കും ചിരി വരുന്നുണ്ട് എലിക്കുട്ടിയമ്മയുടെ ചിരി കാണുമ്പോ. എലിക്കുട്ടിയമ്മേ ഒരു മയക്കൊക്കെ മയങ്ങി. ഞാനും പോയി കിടന്ന് ഉറങ്ങിയതാ. നല്ല ഉറക്കായിരുന്നു എലിക്കുട്ടിയമ്മ. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ വിളിച്ചേൽപ്പിച്ചതന്നെ. ജ്യൂസ് ഒക്കെ അങ്ങ് കൊടുത്ത് പിന്നെ കുളിപ്പിക്കാൻ തലയിൽ എണ്ണ വെച്ചിരിക്കുക. കുഞ്ഞു കൊച്ചല്ലേ, ഇനി കൊണ്ട കുളിപ്പിക്കണം. ഉച്ച സമയത്ത് കുളിച്ചാലേ എലിക്കുട്ടിയമ്മയ്ക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഞാൻ വൈകുന്നേരം കുളിക്കുള്ളൂ. വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴേ എന്റെ കുളി. വൈകിട്ട് 7 മണി എന്റെ എല്ലാ പണിയും തീർന്നിട്ടേ ഞാൻ കുളിക്കുള്ളൂ. പിന്നെ കുളിച്ചു കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്യാൻ പോണത് എനിക്ക് ഇഷ്ടമില്ല. ഇതാരാന്ന് പറഞ്ഞില്ലല്ലോ. ഇതാരാന്നും കൂടെ പറയാവുന്നു. അതിനെ കാണുമ്പോ തന്നെ അറിയാമല്ലോ. ഇതിനെ കാണാൻ തുടങ്ങിയിട്ടല്ലേ? മനസ്സിലാക്കാണേ. അമ്മയ്ക്കറിയാവോ? അമ്മയ്ക്കറിയാമോ? അമ്മയ്ക്കറിയാവോ? എന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ അറിയണ്ടേ? അതുകൊണ്ടല്ല അമ്മ മറന്നു പോകാതിരിക്കാതെ ഞാൻ എപ്പോഴെപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് അറിയാവോ ഇല്ലയോന്ന് അറിയാൻ. ഓർമ്മയിലുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അമ്മ എല്ലാരെയും മറന്നു പോയിക്കൊണ്ടിരിക്കുമല്ലേ. ആരെങ്കിലും അമ്മയുടെ ഓർമ്മയിലോട്ട് തിരിച്ചു വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. എലിക്കുട്ടിയമ്മയ്ക്ക് എല്ലാം പോണെന്ന് പറഞ്ഞു. ആണോ? പക്ഷെ എവിടെ കൊണ്ടുപോകാനാ? എങ്ങും പോകണ്ട എലിക്കുട്ടിയമ്മ. വീട്ടിൽ ഇരുന്നോ, അതാ നല്ലത്. ഞാൻ പോണില്ല. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാരും തന്നെ പോക്കാം. തന്നെ പോവുള്ളൂ. ഞാൻ തന്നെ പോകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ജോമോൻ തന്നെ പോകും ആവശ്യം ഉണ്ടെങ്കിൽ. എല്ലാരും കൂടെ പോക്കൊന്നും നടക്കുകയല്ല. എല്ലാരും കൂടെ പോണെന്നല്ലേ? എല്ലാരും കൂടെ പോണെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഇല്ലേ?
അത് അതുപോലെ വല്ല പരിപാടി നടത്താനുള്ളത് ഉം. വല്ല സദ്യക്കൊക്കെ പോകുമ്പോഴാണ്. സദ്യക്ക് പോകുമ്പോ എല്ലാരും കൂടെ ഒന്നിച്ച് പോണം അല്ലേ? എന്നിട്ട് സദ്യക്ക് പോകുമ്പോ എലിക്കുട്ടിയമ്മ കഴിക്കുകയല്ലോ. ആൾക്കാർ കൂടി പോകുമ്പോൾ ഉം. അവരോട് ബന്ധപ്പെട്ടവരും അത്ര മാത്രം. അവരവന്റെ ബന്ധപ്പെട്ടവരുടെ അടുത്തൊക്കെ എല്ലാരുമായിട്ട് പോകാം, അല്ലാത്തടത്തൊന്നും പോകണ്ട. ബന്ധപ്പെട്ടടുത്തല്ലേ എലിയക്കുട്ടിയമ്മ പോകാറുള്ളൂ. അതെ, ഏറ്റവും അടുത്ത ബന്ധമുള്ളടത്ത്. അല്ല എലിക്കുട്ടിയമ്മ എലിക്കുട്ടിയമ്മ പോയില്ല. കുമ്പിളിന്റെ ഇലയെല്ലാം കൊണ്ടേ, കുമ്പിളിന്റെ ഇലയൊക്കെ ടോയ്ലറ്റിൽ കൊണ്ടിട്ടെ. ആണോ? ടോയ്ലറ്റാണോ കൊണ്ടിട്ടെ? കുമ്പിളിന്റെ ഇലയൊക്കെ ടോയ്ലറ്റിലാണ് എലിക്കുട്ടിയമ്മ കൊണ്ടിടുന്നത്. എലിക്കുട്ടിയമ്മ ബാത്റൂമിൽ കൊണ്ടിട്ടിരിക്കുക, കുളിമുറി കൊണ്ടിട്ടിരിക്കുക അല്ലേ? കുളിക്കാൻ പോവല്ലേ? ആ, വെള്ളം പിടിക്കണ കുളിക്കാൻ പോവല്ലേ? ആ, ഒച്ചേക്കണേ അതന്നെ. എലിക്കുട്ടിയമ്മ കുളിക്കാൻ പോവില്ലേ? വെള്ളം എടുത്തുകൊണ്ട് തന്നെ കണ്ടില്ലേ? ചൂടുവെള്ളം. ഈ ചൂടത്ത് ഭയങ്കര ചൂടാ. ചൂടത്ത് എലിക്കുട്ടിയമ്മ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. കുളിക്കുന്നില്ലേ? കുളിക്കാം. ചൊറിയും. ചൂടല്ലേ? എന്റെ കുളത്തിൽ പോയി മുങ്ങിക്കിടക്കാനാ തോന്നുന്നത് ഇപ്പോഴത്തെ ചൂടിന്. കുളത്തിൽ പോയി വല്ല മുങ്ങിക്കിടക്കാന്ന്. കുളയില്ലാഞ്ഞിട്ടാ. ഒരു ദൂരക്കുളം ഉണ്ടായിരുന്നല്ലേ? പണ്ട് വെള്ളം ഉണ്ടായിരുന്നു, കുളിയൊക്കെ ഉണ്ടായിരുന്നു. കുളത്തിലോട്ട് ഇട്ടാ മതി. കുളം ഉണ്ടാക്കി ഇട്ടാൽ മതിയെന്ന്. കുളം കിടപ്പുണ്ട്, അതിനകത്ത് വെള്ളം നിറച്ചാൽ മതി. ഞാൻ പറഞ്ഞായിരുന്നു ആ മീൻകുളത്തിനകത്ത് ഇനി മീൻ വളർത്തുന്നുണ്ടോന്ന്. അവനൊന്ന് വളർത്തണം താല്പര്യമുണ്ട്. ആ ലൈറ്റ് ഒന്ന് ഇട്ടേങ്ങോട്ട്. അവൻ ചോദിച്ചാൽ അതിനകത്ത് എങ്ങനെ മീൻ വളർത്താൻ പറ്റുമെന്ന്. മീനൊക്കെ വളർത്താം. ഇതിനകത്തല്ല, ആ മീൻകുളത്തില് അവിടെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് മീൻ വളർത്താൻ പറ്റുമെന്ന് അവരൊന്ന് നോക്കാനാ പരീക്ഷണം. കഴുകുക, ഇതാണ് എലിക്കുട്ടിയമ്മയുടെ പരിപാടി. വാഷ് ബേസിനെ എലിക്കുട്ടിയമ്മയുടെ ദേഹത്തെ കൊണ്ടിച്ച് സോപ്പൊക്കെ ഇട്ടിട്ടൊക്കെ പതപ്പിക്കുമായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നോ? അത് ചെയ്യല. വാഷ് ബേസിന് ഞാൻ ഭിത്തിയൊക്കെയാണ് കഴുകുന്നത്. അത് കൈ കഴുകാൻ കൊണ്ട് നിർത്തിയാലും കഴുകാൻ പോലും ആദ്യം കഴുകുന്ന വാഷ് ബേസിനല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമാണ്. ഇഷ്ടം പോലെ അങ്ങനെയുള്ളവരൊക്കെ കാണുമായിരിക്കും. ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ. ഇങ്ങനെയുള്ളവരും വഴക്കുണ്ടാക്കുന്നവരും ഒക്കെ കാണും. എലിക്കുട്ടിയമ്മ വഴക്കുണ്ടാക്കുന്നില്ലല്ലോ. അത് ചൂടും ഇപ്പം നല്ല ചൂടുമല്ലേ, അതുകൊണ്ടും കൂടെ കൂടിയേ ചൂട് നല്ല ചൂടും കൂടെ ആയതുകൊണ്ടേ. അങ്ങോട്ട് നോക്കണില്ലല്ലോ. അമ്മ വിളിച്ചു നോക്കിയല്ലേ? ഞാനങ്ങോട്ട് നോക്കണമൊന്നുമില്ല. അമ്മേനെ ഞാൻ ശരിക്കും കുളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വന്നിരിക്കുക. അതേന്നെ, ഞാൻ അമ്മേനെ ശരിക്കും കുളിപ്പിക്കുന്നുണ്ടോ, അമ്മേനെ ഭക്ഷണം തരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് പാത്തും പതുങ്ങി ഇരിക്കുക വളരെ പോലെ. കേട്ടാ? അതേന്നെ, ചുമ്മാതൊന്നുമല്ല, സത്യമാ. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലേ? അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലേ കുട്ടി? അതൊക്കെ അല്ലേ ഇല്ലാത്ത കാര്യങ്ങളോ? അമ്മക്ക് കാര്യം അറിയാൻ പോലെ. വെള്ളമൊക്കെ പോയോ? വെള്ളമൊക്കെ പോയോ? തലയുടെ വെള്ളമൊക്കെ പോയോ? എലിക്കുട്ടിയമ്മ കഴിയില്ലേ? ഒഴുകുന്നുണ്ടോന്നാ ചോദിച്ചേ. ഇവിടെ കൈയിട്. മൂത്രം ഒഴിക്കണോ? എന്നാ പൊക്കോ, അങ്ങ് പൊക്കോ. തോർത്ത് കൊടുത്തില്ലേ? തോർത്ത് വേണം, നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. എന്നാലും പറയും ഒലിക്കാന്ന് പറയും, തല കെട്ടണമെന്ന് പറയും.
തോർത്ത് ഇരിപ്പുണ്ടോ? തലേ കെട്ടണോ? വെള്ളം ഒഴുകുന്നുണ്ടോ? ഏ? തോർത്ത് വേണമെന്ന് തലേ കെട്ടാൻ. തലേ കെട്ടാൻ തോർത്ത് വേണമെന്ന്. തലയിലോ? ആ വെള്ളമുണ്ടോ? ഓർക്കൊന്നുമില്ല. തോർത്തെടുത്ത് തരാം, കുട്ടിക്കകത്തുണ്ട്. എന്നാ എലിക്കുട്ടിയമ്മയുടെ സുപ്രസിദ്ധമായ അറബിക്കെട്ടാണ്. അറബി പെണ്ണുങ്ങളെ പോലെ എലിക്കുട്ടിയമ്മ നല്ല സൂപ്പറായിട്ട് അതിനാ പറ്റാതെ കെട്ടാൻ പറ്റാത്ത എന്നാ അത് ചുരുട്ടി പിടിക്കാഞ്ഞിട്ടാ തുമ്പ് തമ്മിൽ ചുരുട്ടി പിടിക്കാഞ്ഞിട്ടാ. തുമ്പ് ചുരുണ്ടി കിട്ടുന്നില്ല എലിക്കുട്ടിയമ്മയ്ക്ക്, അതാണ്. ആ തണത്തില്ലേ? ശരിയായില്ലേ? ആ ശരിയായി. ഓ ടൈറ്റായി, നന്നായിട്ട് മുറുകി. തന്നെ ഒളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുമ്പിട്ട സുഖമായില്ലേ? സുഖമായില്ലേ? എന്നാ കുളിച്ചപ്പം ഏ? കുളിച്ചപ്പോ ഒരു സുഖമായില്ലേന്ന് എന്നാ സുഖം? ഇല്ലേ? ഒരു ഉന്മേഷം കിട്ടിയില്ലേ? എന്നാ ഒരുമാതിരി നോട്ടം നോക്കണേ. കണ്ണിക്കൂടെ വെള്ളം എവിടുന്ന്? തലേന്ന്. തലേന്ന് എങ്ങനെ തോർത്ത് കെട്ടിക്കുന്നിടത്ത് എങ്ങനെയാണ് കണ്ണിക്കൂടെ വെള്ളം തന്നെ? അതെ, കണ്ണിലുള്ള ചൂടൊക്കെ ഇറങ്ങി പോണ. അപ്പം കുളിച്ച് കഴിഞ്ഞപ്പോഴേ കണ്ണിലുള്ള ചൂടൊക്കെ ഇറങ്ങി പോണായിരിക്കും കുളിച്ച് കഴിഞ്ഞപ്പം. എൻ്റെ വെട്ടിയൊക്കെ അല്ലേ ഇരിക്കും. ആ ആണോ? എലിക്കുട്ടിയമ്മയുടെ പെട്ടിയാണത്? എലിക്കുട്ടിയമ്മയുടെ പെട്ടിയാണത്? എലിക്കുട്ടിയമ്മയുടെ പെട്ടിയാണോ അത്? എന്നിട്ട് അല്ലെന്നാണല്ലോ ഞാൻ കേട്ടെ. എലിക്കുട്ടിയമ്മയുടെ അല്ലെന്നാണല്ലോ പറഞ്ഞത്, ഇവിടുത്തെ അമ്മയുടെ എന്നാണല്ലോ പറഞ്ഞേ. അത് കുളിക്കാനും വെക്കാനൊക്കെ ഉള്ള വെട്ടി. കുളിക്കാനും പിറക്കാനുള്ള പെട്ടിയാണോ? അതിനകത്ത് ഇറങ്ങിയാണോ കുളിക്കണേ? അതിനകത്ത് ഇറങ്ങിയാണോ കുളിക്കുന്നേ? അതിനകത്ത് ഇറങ്ങി നിന്നാണോ കുളിക്കണേ? അല്ല, വെള്ളം എടുക്കാൻ വേറെ പാത്രമേ. ആ പിന്നെ പെട്ടി എങ്ങനെ കുളിക്കാനാന്ന് പറഞ്ഞേ? പെട്ടി തുണിയൊക്കെ സൂക്ഷിക്കാനല്ലേ? അല്ലേ? മേരിക്കുട്ടിയുടെ ബെഡ്ഷീറ്റ് നൈറ്റിയൊക്കെ ആണേ. തിന്നോ, ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. അതങ്ങ് തിന്നു. എന്നാ തരത്തില്ലേ? എന്നാന്നാ തോന്നണേ? എന്നതാന്നാ തോന്നുന്നേ? കഴിച്ചിട്ട് എന്നാന്നാ തോന്നണേ എലിക്കുട്ടിയമ്മയ്ക്ക്? ചുമ്മാ തിന്നേക്കോണേ കിട്ടുന്നില്ല. ആ പഴമല്ലേ? ഏത്തപ്പഴമല്ലേ? രാവിലെ തന്നതല്ലേ? കാപ്പിയുടെ അവിടെ തന്നതല്ലേ? കഴിക്കാതെ വെച്ചിരുന്നല്ലേ? അതിപ്പോൾ അങ്ങ് തന്നാ. മധുരമൊക്കെ ഉണ്ടോ? മധുരമൊക്കെ ഉണ്ടോന്ന് പഴത്തിന്? മയമുണ്ടോ? മധുരം ഉണ്ടോ? മധുരം എഴുതിയില്ലേ? നാടൻ പഴമാണല്ലോ അത്. നാടൻ ഏത്തപ്പഴമാണല്ലോ അത്. നാടൻ ഏത്തപ്പഴമാണല്ലോ, പിന്നെ മധുരം ഇല്ലാതെ വരുന്നേ. ഇവിടെ വെയിലുണ്ട്. ആ വെയിലുണ്ട്, കപ്പ എടുത്ത് വെച്ചേക്കാം. അമ്മേ അമ്മ ഏതാണ്ട് പറഞ്ഞില്ലേ ഇതിനിടയ്ക്ക്? അമ്മ ഏതാണ്ട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ. ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ അമ്മ. ആ 5-8 കിലോ ഒന്നുമില്ല, 5 കിലോ ആണുമായിരിക്കും. എന്നാമ്മേ? അമ്മ കട്ടിലേ കിടന്നോ? ആ കട്ടിലേ കിടന്നോ? ആ ഇച്ചിരി ഇല്ലേ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഒന്ന് കുളിച്ചൊക്കെ അല്ലേ? അത് കിടക്കാം. അവിടെ കപ്പ വേണം കേട്ടോ. ഞങ്ങളെ കപ്പ കുത്തി ഞുറുക്കി കരട്ടൊന്ന് കിട്ടിയ കപ്പയുടെ ഇത് കുത്തി ഞുറുക്കി
ഉണങ്ങിയതാണ്, കുറച്ച് ഉണങ്ങിയതാണ്. എനിക്കൊന്നും കൂടെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു കൊതിക്ക് തിന്നാൻ മേലെ. കൊതിക്ക് തിന്നാൻ മേലെ. ഉണക്കക്കപ്പ ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് എനിക്ക് അരിയാനൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ പണ്ട് എങ്ങനെയാണ് തരുന്നത്, പൊടിപ്പിക്കാനായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. പൊടിച്ച് വെള്ളുകപ്പയല്ല, ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊടിച്ച് തിന്നുമായിരുന്നു. വെള്ളുകപ്പ വേറെ, അത് വേറെ. വെള്ളുകപ്പ മറ്റേ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊടിപ്പിക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ കുത്തി ഞുറുക്കി ഉണ്ടാക്കുമായിരുന്നു. മറ്റേ നമ്മൾ വാട്ടണമെങ്കിൽ ഇത് പോരല്ലോ. കപ്പ വാട്ടിയൊന്നും കിട്ടത്തില്ല. വെയ്യോ, മഴക്കാറുണ്ടല്ലോ. മഴക്കാർ കയറുന്നുണ്ട്. ചെവിക്കാത്തോ? ചുമ്മാ പറയണ. ഇതാദ്യം കിട്ടില്ലേ. നന്നായിട്ട് ഉണക്കി വെച്ചില്ലേ ഇതുണ്ടാവും, മണം ഉണ്ടാവും. കുത്തം കയറും, മണം ഉണ്ടാകും. കടിച്ചൊന്നും പിടിക്കാൻ പറ്റില്ല. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞു. അവനാ ഇത് ഉലുക്കിടുന്ന ഒച്ച കേട്ടട്ടെ. അവനങ്ങനെ അടങ്ങിയിരിക്കില്ല. അതിന് ഇച്ചിരി ഒരു കളർ വ്യത്യാസമുണ്ട്. അത് ഉണങ്ങാത്തോണ്ടേ. അതാ ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതാ കാണും. ചെറിയ പൂപ്പലാംശം പോലെ തോന്നണം. അതങ്ങ് ഉണങ്ങി കഴിഞ്ഞ് പൊക്കോളും. കഴിഞ്ഞ് വിട്ടിട്ട് വന്നാൽ മതി. ഇപ്പം ആകെ ചെറുത് കിളുത്ത് വരുന്നത് മാത്രം നോക്കിയാൽ മതി. മറ്റേത് അങ്ങോട്ട് അതിനിടെ അതിൽ വന്നോളൂ. ചാക്കേ അയ്യോ, ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ചോദിക്കുന്ന കേട്ടോ എവിടെയാ കിടക്കുന്നതെന്ന്. നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനാണേ. അല്ല, ഞാൻ പറഞ്ഞാണല്ലോ അവിടെയല്ലേ കിടക്കുന്നത്. ഒന്നിക്ക് ലഡു വേണോ കൊടുക്കണോ? ലഡു എടുത്ത് വിട്. പക്ഷെ അപ്പൊ കഞ്ഞി കുടിക്കല്ല. കഞ്ഞി അധികം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കഞ്ഞി ഇനിയിപ്പം പഴം തന്നല്ലേ, കുഞ്ഞു കുടിക്കുവോ? ലഡു തരാം. ലഡു മുക്കി എലിക്കുട്ടിയെ മാത്രമേ തിന്നുള്ളൂ. ഇപ്പം മധുരമൊക്കെ തിന്നുന്ന ഒരാൾ എലിക്കുട്ടിയമ്മയാണ്. ലഡു എവിടെ അങ്ങനെ എടുത്ത് മറ്റേ ഉറുമ്പ് കയറുമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ലേ? ചെറിയ ലഡുവാ, നല്ല മഴയുള്ള ലഡുവാ. തിന്നോ, നല്ല മധുരവാ. ഇപ്പൊ പഴം തിന്ന പോകേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ലതാണോ? മധുരമുണ്ടോ? പുളിയുണ്ടോ? ഉപ്പുണ്ടോ? ലഡുവിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അമ്മ പറഞ്ഞ. ഉപ്പുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. ഞാൻ ചോദിച്ചതിനെല്ലാം അമ്മ ഉത്തരം പറഞ്ഞു. ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ലഡു അല്ല, ഇവിടെ കിടക്കണോ? ഇവിടെ കിടക്കണോ? അന്ന് അവിടെ കിടന്നു. അവിടെ കിടന്നു. കഞ്ഞി കുടിക്കുന്നല്ലേ? രണ്ടാകുമ്പോ കഞ്ഞി കുടിക്കും. ഒന്നായില്ലേ? അവിടെ പോയിരുന്ന ടി വി ഉണ്ടോ? ഒളിഞ്ഞു നോക്കണ്ടല്ലോ. ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ടി വി ശരിക്കും കാണാൻ പറ്റില്ല. ഒളിഞ്ഞു നോക്കണോ? നമ്മളവിടെ ടി വി വെക്കുന്ന ഇതാണ് അമ്മ നോക്കുന്നത്. ഒളിഞ്ഞൊളിഞ്ഞ് നോക്കണത്. ഇവിടെ വന്നിരുന്ന് കാണാൻ ഈ ഒളിഞ്ഞു നോക്കണ്ടല്ലോ എന്ന് പറയരുത്. ഇവിടെ വന്നിരുന്ന് കാണാനേ, നമ്മുടെ ദിവാങ്കോട്ട വന്നിരുന്ന അമ്മയ്ക്ക് സുഖമായിട്ട് കാണാൻ പറ്റേ. ഭയങ്കര പോച്ചില്ല. മഴ പെയ്താ ഭാഗ്യം, അത്രേ ഉള്ളൂ. ടി വി കണ്ടിട്ടാ എന്നാ പറയണേ? ആണോ? വീട്ടിൽ പോണോ? എന്നടാ ചോദിക്കണേ? നിനക്കിട്ട് നോക്കിക്കൊണ്ടാ ചോദിക്കണേ. ഇപ്പൊ കുഞ്ഞു കൊച്ച അമ്മ എന്റെ കൊച്ച് അതാ വീട്ടിൽ പോണെന്ന് പറഞ്ഞു. കുളിപ്പിച്ചു കൊണ്ടുവന്നില്ലേ? കുളിപ്പിച്ചു കൊണ്ടുവന്നാൽ മിക്ക ദിവസം ഇങ്ങനെയൊക്കെ ഉള്ളതാ. വീട്ടിൽ പോകാല്ലേ? വീട്ടിൽ പോണം. എന്നോട് അമ്മയായിട്ട് കരുതുക അന്നേരം. ഇപ്പൊ ഈ കൊച്ച് അമ്മ ചോദിക്കുക, എലിക്കുഞ്ഞിപ്പം കുഞ്ഞായി,
എന്റെ അമ്മയോട്, അതായത് എന്നോട് അമ്മയായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അമ്മയാണ് കൊച്ചിന്റെ. ആ സമയത്തേ ഉള്ളു, അല്ലാതെ വേറെ ഈ പറയുന്ന ആയ സമയത്തൊന്നും അമ്മയായിട്ടൊന്നും അമ്മ കാണിക്കാറില്ല. എനിക്ക് തോന്നാറില്ല. കുളി കഴിഞ്ഞ് കൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ തോന്നാറില്ല. പല പ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കിടക്കാൻ പോവാ. ഞാൻ ആയിക്കോട്ടെ. ആ ഇവിടെ വന്ന് വ്യൂ കാണുന്നുണ്ടോ? കുട്ടിയമ്മ കുളിച്ചു കഴിഞ്ഞാൽ കടപ്പ് കടന്നിട്ട് ഏറ്റില്ലേ ഇതുവരെ? എലിക്കുട്ടിയമ്മേ, കുളിച്ച കടപ്പ് കടന്നിട്ട് പിന്നെ എണീറ്റില്ലേന്ന്? ആണോ? കഞ്ഞി കുടിച്ചോ? ആ, പഴം ലഡുവൊക്കെ തിന്നതല്ലേ, അതുകൊണ്ടാ കഞ്ഞി കുടിച്ചില്ല അല്ലേ? ചായ കുടിച്ചോ? ആ, പഴവും റസ്കൊക്കെ കഴിച്ചു, ചായയും കുടിച്ചു. ആ, എലിക്കുട്ടിയമ്മ വന്നിട്ട് കിടക്കുവാണ് അല്ലേ? അല്ല, ഏലിക്കുട്ടിയമ്മ എന്നാ കഴിച്ചെന്നൊക്കെ ചോദിക്കുക ചെയ്തു ജോമോളോടെ. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. ജോമോളോടെ ഏലിക്കുട്ടിയമ്മ എന്നതൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ചോദിക്കുക ചെയ്ത്. കുളി കഴിഞ്ഞ് കിടന്നിട്ട് എണീറ്റോ? മനസ്സിലായില്ലേ? ഏലിക്കുട്ടിയമ്മ ഇതിൽ ഏറ്റ് നടന്നോ എന്നൊക്കെ ചോദിക്കുക ചെയ്ത് ജോമോളോടെ. ഏലിക്കുട്ടിയമ്മ എന്നാ എടുക്കുമായിരുന്നെന്ന് ചോദിക്കുക ചെയ്തതെന്നേ. ഞാൻ ആ ജോമോളോട്. ജോമോൾ ഇവിടെ ഇല്ലേ? അവള് പറഞ്ഞ് എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ്. ആഹാ, ആര് ആര്? ജോമോളാ? ആ, അവള് പണിയെടുക്കാതെ തന്നെ പരിപാടി നടക്കുമോ? ഇവിടെ അകത്ത് വേറെ കാര്യങ്ങൾ ചെയ്യണ്ടേ? എലിക്കുട്ടിയമ്മക്കെട്ട് പറ്റിയല്ലോ. ആ, പറ്റിയല്ല, ചെയ്യണം. എലിക്കുട്ടിയമ്മക്കെട്ട് പറ്റത്തില്ലല്ലോ, എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആര്? അവിടെ ഇപ്പോൾ ഒരാണായിട്ട് ഞാനേ എവിടെയുള്ളൂ. ഒരാണായിട്ട് ഇപ്പം ഞാനേ എവിടെയുള്ളൂ. ആ, ഇപ്പം വിവാൻ വിവാൻ കോളേജിലല്ലേ? പിന്നെയുള്ള വിവാനല്ലേ ഉള്ളൂ. വിവാനല്ലേ ഉള്ളൂ, വിവാൻ. ആ, അവനെ പിന്നെ ആണായിട്ടുള്ളൂ. മറ്റവരാര്? ആരൊക്കെയാ? 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 പേര് പറ, പേര് പറ. എനിക്കറിയത്തില്ല ആരൊക്കെയാന്ന്. അവരുടെ പേര് പറയാനേ. ആ, പേരറിയാതെ പിന്നെ ഇപ്പം ആരൊക്കെയാന്ന് ഞാനെങ്ങനെ അറിയണേ? എലിക്കുട്ടമ്മ പറയണ ആരൊക്കെയാന്ന് ഞാനെങ്ങനെ അറിയുന്നേ? എനിക്ക് മനസ്സിലാവുമോ? ആ, എന്നാ അവിടെ കിടന്നോ. സമയം കിട്ടും കൊച്ചുങ്ങളായിട്ട് വിവരങ്ങളൊക്കെ പറയാൻ പറ്റും. ആരുമായിട്ട്? പിള്ളേരോട്. ആ, പിള്ളേർ വരണ്ടേ? പിള്ളേർ ഇവിടെ ഇല്ല, അധികം ഇല്ലല്ലോ ഇപ്പം. പിള്ളേരൊക്കെ കുറഞ്ഞു പോയില്ലേ? എല്ലാവരും 4 വീടും പോയില്ലേ പഠിക്കാനൊക്കെ ആയിട്ട്? ഭയങ്കര ആവിയാ. ആ, ഭയങ്കര ആവിയാ. മഴ പെയ്യുമായിരിക്കും. രാവിലെ മുതലുള്ള ഭയങ്കര ചൂടല്ലായിരുന്നു? മഴക്കാറും ഉണ്ടായിരുന്നു. പറന്നാ എന്നത്? ഓ, ഇവിടെ ഒന്നും പറക്കണമൊന്നുമില്ല. ഇവിടെ ഒന്നും പറക്കാനൊന്നുമില്ലല്ലോ. ഇവിടെ പറക്കാനൊന്നുമില്ല. എലിക്കുട്ടിയമ്മക്ക് തോന്നണ. പോട്ടെ. 1.5 മണിക്കൂറായി തുടങ്ങിയ എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയാണ്. ഇപ്പോഴും എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഞാൻ വന്നു കഴിഞ്ഞപ്പം എലിക്കുട്ടിയമ്മ പ്രാർത്ഥന ചെല്ലിയില്ല. പകല് പ്രാർത്ഥന ചെല്ലിയില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം 6:30 ആയപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കർത്താവ് ഈശോമിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നെ. തലക്കെട്ട കഴിച്ച് മാറ്റി പതച്ചു. സാധാരണ കുളി കഴിഞ്ഞ് പറയുകയാണ് എലിക്കുട്ടിയമ്മ പ്രാർത്ഥന എലിക്കൊണ്ടിരുന്നത്. നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഞങ്ങൾ അങ്ങേപ്പക്ക നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ ഈ താഴ്വരിയിൽ നിന്ന് മിന്നിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്ക നെടുവുൾപ്പെടുന്നു. ആകിയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസശേഷം ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ. കാരുണ്യവും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യാമറിയമേ, ഈശോമിശിഹായുടെ തീരാറായോ? സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കൊണ്ടോസ്കാരം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തർക്കം വാർത്ത്
എപ്പോഴും പരിശുദ്ധ കന്യയായിരിക്കുന്നു മാതാമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവവും ഞങ്ങളെ കാത്തുകൊണ്ട് ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവീശ്വമിശ വഴി ഞങ്ങൾക്ക് സാധിച്ചത്. അന്നയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും അതിരെ ശരണമേ സ്വസ്തി. അവ്വായുടെ ഉറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു. കണ്ടത് എൻ്റെ താഴ് വഴിയിൽ നിന്ന് മിങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്കം മുഴുവൻ പ്രാർത്ഥന ഇല്ല, ഇത്രയും ഭാഗങ്ങളെ ചെല്ലുന്നുള്ളൂ. ആയാൽ അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസശേഷം കുതിരത്തിൻ്റെ അനുഗ്രഹപരമായ ഈശോ ചില ദിവസം ലുത്തിനിയ തന്നെയായിരിക്കും. ഞങ്ങളുടെ വിശ്വാസപ്രമാണം അതൊന്നുമില്ല. കഴിഞ്ഞ നിർത്തിയ പ്രാർത്ഥന നിർത്തിയ പ്രാർത്ഥന നിർത്തിയൊന്നും കാരുണ്യമാസുല്യം മാതിരം നിർദ്ദയനീയവരും ഈശോമിശിയുടെ വാക്യങ്ങൾ യോഗ്യരാകും. സർവ്വത്തിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അപ്പം അത് തന്നെയാണല്ലോ ചെല്ലുന്നത് എപ്പോഴും. ഇത് തന്നെയാണല്ലോ പിന്നെയും പിന്നെ ചെല്ലുന്നത്. ബാക്കിയൊക്കെ മറന്നു പോയോ? സ്വസ്തി ഞങ്ങളുടെ ജീവനും ലുത്തിനിയൊന്നും ചെല്ലുന്നില്ലല്ലോ. സ്വസ്തി. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.